ജമാഅത്തെ ഇസ്ലാമി കൂട്ടുകെട്ടിൽ കോൺഗ്രസിനെയും ലീഗിനെയും കടന്നാക്രമിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ തൽക്കാല ലാഭത്തിനു വേണ്ടിയുള്ള അവസരവാദപരമായ നിലപാടാണ് UDFിന്റേതെന്ന് നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ മുഖ്യമന്ത്രി പറഞ്ഞു. ഒരു വർഗീയ ശക്തിയുടെയും പിന്തുണ LDFിന് വേണ്ടെന്നും പിണറായി വിജയൻ. ഒരു കാര്യം ജമാഅത്തെ ഇസ്ലാമിയെ കൊണ്ടു നടക്കുന്നവരും ഇന്നത്തെ ലീഗ് നേതൃത്വവും ആലോചിക്കുന്നത് നന്നാവും. അന്നാ പരിപാടിയിൽ പങ്കെടുക്കാൻ പാണക്കാട് തങ്ങളെ ക്ഷണിച്ചിരുന്നു. അദ്ദേഹം പോയിരുന്നോ എന്ന് ഇന്നത്തെ ലീഗ് നേതൃത്വം ആലോചിച്ച് നോക്കുക. എന്തുകൊണ്ടായിരുന്നു പോകാതിരുന്നത്? ജമാഅത്തെ ഇസ്ലാമി എന്താണ് എന്ന വ്യക്തമായ തിരിച്ചറിവുകൊണ്ട് തന്നെ. അതിനുശേഷമുള്ള ഈ കാലയളവിൽ എന്ത് മാറ്റമാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് ഉണ്ടായിട്ടുള്ളത്? വന്ന മാറ്റം കഴിഞ്ഞ 9 വർഷമായി LDF കേരളത്തിൽ അധികാരത്തിലിരിക്കുന്നു. LDFിന്റേത് ഭരണപരാജയം മറച്ചുവെക്കാനുള്ള നീക്കമാണെന്നും അന്ന് LDFിനെ പിന്തുണച്ചവർ ഇന്ന് UDFിനെ പിന്തുണയ്ക്കുന്നുവെന്നും പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്രതികരിച്ചു. വെൽഫെയർ പാർട്ടി നേരത്തെ ഇടതുപക്ഷത്തിന് പിന്തുണ കൊടുത്തു, ഇപ്പൊ UDFിന് പിന്തുണ എടുത്തു. അത്രേ ഉള്ളൂ. അതിന്റെ രാഷ്ട്രീയം അത്രേ ഉള്ളൂ. അവരാണ് നിലപാട് മാറ്റിയത്. അത് ഭരണപരാജയം മറച്ചു വെക്കാൻ വേണ്ടിയാണ് ഉണ്ടാക്കും. അത്രേ ഉള്ളൂ. മുഖ്യമന്ത്രി ഓന്തിനെ പോലെ നിലപാട് മാറ്റുന്നുവെന്ന് VD സതീശനും തിരിച്ചടിച്ചു. ഈ മുഖ്യമന്ത്രിയെ പോലെ ഒരാൾ കേരളത്തിൽ ഒരു മുഖ്യമന്ത്രി ഇതുപോലെ മാറി പറഞ്ഞിട്ടില്ല. അവരുടെ പിന്തുണ നേടി അന്ന് അധികാരത്തിൽ വന്നാണ് 2006-ൽ. ഓന്തിന്റെ നിറം മാറുന്നത് പോലെ എനിക്കൊരു മുഖ്യമന്ത്രിയെ കുറിച്ച് പറയാൻ എനിക്ക് വിഷമമുണ്ട്. ഇത്രയും പ്രായമുള്ള ഒരാളെ കുറിച്ച് പറയാൻ ഊന്തിന്റെ നിറം മാറുന്നത് പോലെ ഒരു പാർട്ടിയും അതിന്റെ നേതാവും നിറം മാറുകയാണ്. നമുക്കിപ്പം റോഷിപാലുണ്ട്. റോഷിപാൽ, തെരഞ്ഞെടുപ്പിന് 5 നാൾ മാത്രമാണ് അകലം. ആ അകലത്തിനിടയിലും പോര് മുറുകുകയാണ്. വാദങ്ങളും പ്രതിവാദങ്ങളുമുണ്ട്. ഏറ്റവും ഒടുവിൽ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ജമാഅത്തെ ഇസ്ലാമി ബാന്ധവവും അതിന് VD സതീശൻ കൊടുത്ത സർട്ടിഫിക്കറ്റുമാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായി മാറുന്നത്. ലീഗ് അതിനോട് കൃത്യമായി പ്രതികരിക്കാതെ അതൊരു ഭരണപരാജയം മറച്ചുപിടിക്കാൻ വേണ്ടിയുള്ള LDFിന്റെ പ്രചരണമെന്നാണ് ആക്ഷേപിക്കുന്നത്. മുഖ്യമന്ത്രി ഒന്നിനെ പോലെ കൂറുമാറുന്നയാളാണെന്ന് പ്രതിപക്ഷം പറയുന്നു. മറുഭാഗത്ത് ജമാഅത്തെ വിഷയം ഉയർത്താൻ LDFും മുഖ്യമന്ത്രിയും ശ്രമിക്കുകയും ചെയ്തു. എന്താണിന്ന് നിലമ്പൂരിൽ കണ്ടത്? അരുൺകുമാർ, ജമാഅത്ത് ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടിയെ വെൽഫെയർ പാർട്ടി UDFിനെ പിന്തുണച്ചത് ഇപ്പോഴും വിവാദം ആളിക്കത്തുകയാണ്. ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ്ടും അത് ചർച്ചയാക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. സമൂഹം മാറ്റി നിർത്തിയ ഒരു രാഷ്ട്രീയ പാർട്ടി സംഘടന എന്ന വിശേഷമാണ് ജമാഅത്ത് ഇസ്ലാമിക്ക് നൽകിയത്. മാത്രവുമല്ല, വർഗീയ സംഘടന എന്ന് നേരത്തെ തന്നെ CPM ജമാഅത്ത് ഇസ്ലാമിയെ അങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമിയുമായുള്ള കൂട്ടുകെട്ട് അത് വർഗീയ കൂട്ടുകെട്ടാണെന്ന വിമർശനം CPM നേരത്തെ തന്നെ ഉയർത്തുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ഈ വിഷയം ആളിക്കത്തിക്കാനുള്ള ശ്രമമാണ് LDF നേതൃത്വത്തിന്റെ ഭാഗത്തുണ്ടാകുന്നത്. ജമാഅത്ത് ഇസ്ലാമിയുമായി UDF ഇപ്പോൾ കൂട്ടുകെട്ട് ഉണ്ടാക്കുമ്പോൾ അതിനെ എന്തടിസ്ഥാനത്തിലാണ് വിമർശിക്കുന്നത് എന്ന ചോദ്യം ഉയർത്തുന്നുണ്ട്. മാത്രവുമല്ല, വെൽഫെയർ പാർട്ടി ഒരു തരത്തിലും അത് വർഗീയ സംഘടനയല്ല എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ നേരത്തെ പറഞ്ഞിരുന്നു. അതും വലിയ വിവാദത്തിന് വഴിവെച്ചിരുന്നു. സമസ്തയടക്കമുള്ള സംഘടനകൾക്ക് ഈ കാര്യത്തിൽ എതിർപ്പുണ്ട്. അതുകൊണ്ട് ഇന്ന് വാർത്താ സമ്മേളനത്തിൽ ഇതേക്കുറിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറാനാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ശ്രമിച്ചത്. ഏതായാലും BJPയും PDP വെൽഫെയർ പാർട്ടി ബന്ധം ചൂണ്ടിക്കാണിച്ച് LDFിനെയും UDFിനെയും ഒരുപോലെ എതിർക്കുന്നുണ്ട്. ഏതായാലും തെരഞ്ഞെടുപ്പിന്റെ ഈ പ്രചാരണത്തിന്റെ അന്തിമഘട്ടത്തിൽ നിലമ്പൂരിൽ പ്രധാനമായും ചർച്ചയാവുന്നത് ഈ വർഗീയ വിഷയം തന്നെയാണ്. വർഗീയ സംഘടനകളുമായുള്ള കൂട്ടുകെട്ടുകൾ തന്നെ വിഷയമാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഇരുമുന്നണികളും പരസ്പരം ആരോപണ പ്രത്യാരോപണങ്ങളായി രംഗത്തുള്ളത്. താങ്ക് യു. റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്.